ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളത്, കേന്ദ്രമന്ത്രിയാണോ അല്ലെങ്കിൽ മന്ത്രി എന്നേ പറയുന്നുള്ളൂ, സംസ്ഥാന മന്ത്രിയായിരിക്കും. അപ്പം പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. സാർ എന്നാ പറയാൻ പാടില്ല ആരൊക്കെ ഒരിക്കലും പറയത്തില്ല, അതിനൊരു കാര്യമില്ല, ചുമ്മാ പറയാന്ന് പറയത്തില്ലേ. പേരുകൾ പറയും, സാറിന് അറിയാവുന്ന പേരുകൾ പറയും. ആധികാരികമായ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ, ഇന്നയാൾ വലിയ നടനാണ്. അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞത്, വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633888575. എനിക്ക് ഈ കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല. ഇപ്പോൾ പറയുന്ന ഈ 15 അംഗ എന്താ പറയുക പവർ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ, തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ, അന്ന് ആ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയനാണ് ആദ്യമായിട്ട് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് സംവിധായകരുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റൻ്റന്മാരുടെയും പാത്രം കഴുകുന്ന പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെയും ഒക്കെ യൂണിയനാണ് ആദ്യം ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി വലിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷേ അതെല്ലാം ഈ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ വരേണ്യവർഗത്തിനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, മാക്ട തകർത്തതിൻ്റെ മുന്നിൽ നിന്നതൊരു നടനായിരുന്നു. അദ്ദേഹം 40 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മാക്ട അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു, നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു. അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു. ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 10-12 വർഷമായിട്ട് വിലക്കനുഭവിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കാനുള്ള കാരണം ആ ഇഷ്യൂ ആയിരുന്നു. പല രീതിയിലും വിനയൻ്റെ നേതൃത്വത്തിലുള്ള മാക്ട ഫെഡറേഷൻ, ആദ്യമായിട്ട് മാക്ട ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് 150 രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക് അത് 300 ആക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു. ആ കാലം തൊട്ട് ഇവൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ട് പോയ പ്രശ്നമാണെന്ന് തോന്നിയ നമ്മുടെ പ്രമുഖരുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല 2004 ഇന്ന് താരങ്ങൾ ഒപ്പിടുന്ന എഗ്രിമെൻറ്റ് ഞങ്ങൾ ഒപ്പിടത്തില്ല, അമ്മ സമരവുമായിട്ട് സിനിമ നിർത്തിവെച്ചിട്ട് വിദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു സംവിധായകനായിരുന്നു ഞാൻ. അങ്ങനെയാണെന്ന് ഇവരുടെ സമരത്തെ നേരിട്ടുകൊണ്ട് സത്യം എന്നുള്ള പടം ചെയ്തത്. അന്ന് തൊട്ട് ഇവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഒടുവിൽ ഈ നടൻ്റെ ഇഷ്യൂ കൂടി വന്നപ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് 2008 സരോവരം ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി. അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മാക്ട ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത്. അന്ന് ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ ഏതാണ്ട് 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു നേതൃത്വസ്ഥാനത്തിലും ഒരു സംഘടനാ നേതൃത്വസ്ഥാനത്തിലും ഇല്ല, എൻ്റെ സിനിമയായിട്ട് പോവുകയായിരുന്നു. എനിക്ക് തോന്നി ഇത് വിളിച്ച് പറയണമെന്ന്. എന്നു മാത്രമല്ല, ഇന്ന് രാവിലെ തൊട്ട് മലയാള സിനിമയിലെ ചെറിയ ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഡ്രൈവേഴ്സോ ഒക്കെ എന്നെ വിളിക്കുന്നു, സാർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാക്ട ഫെഡറേഷൻ തിരിച്ചു കൊണ്ടുവരണം. അന്ന് മാക്ട ഫെഡറേഷനെ തകർത്തുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില വൃത്തികേടുകൾക്ക് എതിര് നിൽക്കാൻ ആരും ഉണ്ടാകരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത്. കോമ്പറ്റീഷൻ കമ്മീഷൻ
ഈ പറയുന്ന അമ്മയ്ക്ക് 4 ലക്ഷം രൂപ എന്ന് ഫൈൻ അടിച്ചു. സുപ്രീം കോടതിയിൽ പോയിട്ട് ആ 4 ലക്ഷം കൂട്ടതേ ഉള്ളൂ, കുറച്ചില്ല. ഫെഫ്കയ്ക്ക് ഫൈൻ അടിച്ചു. ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തോന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടനയ്ക്കോ അതിൻ്റെ നേതാക്കന്മാർക്കും ഫൈൻ അടിക്കുന്നത്. അപ്പോൾ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് 2017 അതിൻ്റെ വിധി വരുന്നത്. അന്ന് ഞാൻ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, മലയാള സിനിമയിലെ ഈ പോക്ക് ഇതിനെതിരെ കടിഞ്ഞാണിടണം, ശക്തമായ തീരുമാനങ്ങൾ വരണം എന്ന് മാത്രമല്ല, മാക്ട ഫെഡറേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. അവിടെ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ, ഇന്നയാൾ വലിയ നടനാണ്, അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞത്, ആ നടനെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ നടനല്ല സാർ, ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ, മറ്റേ ഇല്ല, ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി, അല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാനന്ന് പറഞ്ഞത്, ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചു കൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ്. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ, തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്, ആ സംവിധായകൻ തിലകൻ ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു. തിലകൻ ചേട്ടൻ്റെ എന്തോ ശുണ്ഠി കണ്ടായിരിക്കാം, പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു. എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മുടെ സാധിക്കാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ. ഞാൻ വിളിച്ചു പറഞ്ഞു, തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു. ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുണ്ഠി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ആ സംവിധായകൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ. അദ്ദേഹം ഇന്ന് വലിയ സംഘടനയുടെയൊക്കെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത്, 2 വർഷം തികയുന്നതിന് മുമ്പ് തകർത്തത്. ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു. കാരണം അതിനകത്തെ 15 അംഗ പവർ ഗ്രൂപ്പാണ് അതിന് കാരണം. ഞാനൊരു കാര്യം പറയുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ 15 അംഗ പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. സാർ എന്നാ പറയാൻ പാടില്ല, ഒരിക്കലും പറയത്തില്ല, അതിനൊരു കാര്യമില്ല, ചുമ്മാ പറയാന്ന് പറയത്തില്ല. പേരുകൾ പറയും, സാറിന് അറിയാവുന്ന പേരുകൾ പറയും. ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ പറയാവുള്ളൂ. സാറിന് അറിയാവുന്ന പേരുകൾ പറയും, നിങ്ങൾക്കും അറിയാം. അപ്പൊ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കറിയില്ല, സാറിന് അറിയാവുന്നത്ര അറിയില്ല, അതുകൊണ്ടാണ് ആ പേരുകൾ ഞാൻ പറയുന്നില്ല. താങ്കൾ പറഞ്ഞു മന്ത്രി അടക്കം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, അന്ന് അത് നിങ്ങൾക്കറിയാം, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. അതായത് ഈ പറയുന്ന സരോവരത്തിൽ 2008 ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളത്, കേന്ദ്രമന്ത്രിയാണോ അല്ലെങ്കിൽ മന്ത്രി എന്നേ പറയുന്നുള്ളൂ, സംസ്ഥാന മന്ത്രിയായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പാണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട്, ഞാൻ ഇവിടുത്തെ സർക്കാർ ഉൾപ്പെടെ എനിക്കെതിരെ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി വരുന്നിടം വരെ ഇവർക്കാർക്കും അറിയില്ലല്ലോ. അന്ന് ബഹുമാന്യനായ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബി എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, തിലകൻ ചേട്ടനെ സീരിയൽ പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല, അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സമയമായില്ല വിനയാന്ന് പറഞ്ഞു. ഞാൻ ഇടപെടാം, സമയമായില്ല. പക്ഷെ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന, പുതിയ സിനിമ പോകട്ടെ, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു, ഒറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും. ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന 15 അംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകും. അങ്ങ് ഹേമ കമ്മീഷൻ പറയാത്ത പേര് ഞാൻ പറഞ്ഞ് കുളവാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ആരും അത് പറയുന്നില്ല സാർ. അതാണ് ഇപ്പം
ഞാൻ പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്കറിയാം 10, 15, 20 വർഷമായിട്ട് ഇവരെ എതിർക്കുന്ന ഒരു സംവിധായകൻ. അല്ല സാർ എൻ്റെ വായിന്ന് അത് വന്നിട്ട് അവർക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ മറുപടി എന്തായിരിക്കും കൗണ്ടർ വരുന്നത്. അല്ല സാർ ഇതിന് മുൻപ് ഇയാളിത് പറയും, ഇയാൾ ഞങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് വേറെ രീതിയിൽ ഇപ്പം ഇത്രയും നിങ്ങളുടെ മുന്നിൽ വന്നല്ലോ, വരും. എനിക്ക് ഇക്കാര്യത്തിൽ ഞാനൊന്ന് തുറന്നു പറയുന്നു. ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രകാരമുള്ള നടപടി ഉണ്ടാകണം, ചർച്ചകൾ വേണം. ആ ചർച്ചകൾക്ക് മുന്നിലും അദ്ദേഹത്തിന് അറിയാമല്ലോ, ബഹുമാനായ സജീച്ചന് അറിയാതിരിക്കുമല്ലോ ഈ 15-അംഗ പവർ ഗ്രൂപ്പ്. അദ്ദേഹം അത് വായിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ പറയുന്നത് കേട്ടെ. വായിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് ബഹുമാനായ AK ബാലൻ മിനിസ്റ്റർ എന്ന് വിളിച്ച് ചോദിക്കണം, അദ്ദേഹം വായിച്ചെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹമാണല്ലോ ഇത് കൈപ്പറ്റിയത്. അദ്ദേഹം പറഞ്ഞു തരും ഈ പേരാരൊക്കെയാണ്. സാർ ആ പേരുകാരെ വെച്ചുകൊണ്ട് ഒരിക്കലും മലയാള സിനിമ പുനരുദ്ധരിക്കാൻ, ഞങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കരുതെന്ന് മാത്രമേ ബഹുമാന്യായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. സാറ് അതോടൊപ്പം തന്നെ സാറ് ഈ സംഘടനയുടെ തലപ്പത്തിരുന്ന ഒരാളാണ് മാക്ടയുടെ. അപ്പോൾ സാറിൻ്റെ കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അധിക്ഷേപമോ ആക്രമണങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മാക്ട ഫെഡറേഷനിൽ വന്നിരിക്കുന്ന ചെറിയ ആരോപണങ്ങൾ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്, പെൺകുട്ടികൾക്കെതിരെയായിരുന്നു. അതിന് ശക്തമായ നടപടിയെടുത്തു. തീർച്ചയായും. അല്ല, നടിമാർക്കെതിരെ ഒന്നും ഇല്ല, അങ്ങനെ അത് വരാനായിട്ട് ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ സംഘടനയാണല്ലോ. സത്യത്തിൽ അത് നോക്കേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതൊക്കെ താരസംഘടനയാണ്. ഞാനൊന്ന് തുറന്നു പറയാം. മലയാള സിനിമയിൽ ഒത്തിരി സംഘടനകളുണ്ട്. എല്ലാം വലിയ ശക്തമാണ്, വലിയ ഫണ്ടുള്ളവരാണ്. ഈ സംഘടനകൾ ശക്തമായിട്ട് നിലപാടെടുത്താലേ ഈ ഇൻഡസ്ട്രി, ഇപ്പോൾ കേസോ അല്ലെ മറ്റുള്ള കണക്കല്ലല്ലോ, ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം. മലയാള സിനിമ കോടികളി സംസ്ഥാനത്തിന് നൽകുന്ന ഒന്നാണ്. എൻ്റെയൊക്കെ ചോറാണ് മലയാള സിനിമ. ഞാൻ പിന്നെ ഫൈറ്റ് ചെയ്തതിൻ്റെ വ്യക്തിത്വമായിരുന്നു. ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് കീഴടങ്ങുന്നില്ല. പാലാരിവട്ടത്ത് തട്ടുകട കിട്ടാലും ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം അതിൻ്റെ എൻ്റെ ഒരു നിലപാടായിരുന്നു. പക്ഷേ ഒത്തിരി പാവപ്പെട്ടവർ 1 ലക്ഷത്തോളം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വർക്ക് ചെയ്യുന്ന ഈ മേഖല തകർക്കരുത്. അതിന് ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. സംവിധായകർക്ക് നടിമാർ വഴങ്ങണമെന്നുള്ളതായിരുന്നു പറഞ്ഞു വെച്ചിരിക്കുന്നത്. സാറിൻ്റെ കാലത്തും അതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ബഹുമാനിയ ശാരദ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. സാർ, ഈ 15-അംഗ പവർ ഗ്രൂപ്പിലൊരു മന്ത്രി ഉണ്ടല്ലോ. എനിക്ക് പറയാനുള്ള എല്ലാം മന്ത്രി ഉണ്ടോ? ഒരു ക്ലൂവും ഞാൻ സാർ ഒന്ന് പറഞ്ഞിട്ട് വന്നു. ഇത് മതി. ഇത് തന്നെ ഇപ്പം എന്നെ മിക്കവാറും അവസ്ഥ അടുത്ത വിലക്കാവും. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടൊരു പടം, അത്രയും നല്ലൊരു പടം വന്നിട്ട് പുതിയൊരു പടം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അവരെൻ്റെ പുറകിലുണ്ട്. അത് നിങ്ങൾക്കറിയോ? സിനിമാ മേഖലയിൽ ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, പഴയതുപോലെ തെമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും. അതുതന്നെ നല്ല കാര്യമാണ്. ഈ പവർ ഗ്രൂപ്പ് തന്നെയായിരിക്കും റിപ്പോർട്ട് ഇതുവരെ പുറത്തുവരാതിരിക്കാൻ കാരണം അവരുടെ സമ്മർദ്ദമായിരിക്കും. തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ കാരണം ഈ പവർ ഗ്രൂപ്പ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവരെല്ലാം കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് സാറ് വിശ്വസിക്കുന്നത്. അതങ്ങനെ പറഞ്ഞു. എനിക്കതൊന്നും അറിയാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകളാണ് 4 വർഷം വൈകിപ്പിച്ചത്. ഇല്ല, ഒരു ചർച്ചയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചർച്ചയ്ക്ക് പറഞ്ഞാൽ അത് നെഗറ്റീവാണ്. കാരണം ഞാൻ അവരുടെ എതിരാണ്. പറയുന്നത് ഞാൻ കണ്ണു നിറഞ്ഞിരുന്നിട്ടുണ്ടേ അതിൻ്റെ ഒന്നും സപ്പോർട്ട് കിട്ടാൻ. എന്നിട്ടും പറയുന്നില്ല. അതാണ് എൻ്റെ വ്യക്തിത്വം.